നാളെ 2026 ഫെബ്രുവരി 12 സ്വതന്ത്ര ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ തൊഴിലാളി കർഷക ബഹുജന പ്രക്ഷോഭത്തിന്റെ വേദിയായി മാറുകയാണ്. രാജ്യത്തെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സർക്കാർ, അർദ്ധ സർക്കാർ, അനൗപചാരിക തൊഴിൽ മേഖലകളിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും യൂണിയനുകളും അസോസിയേഷനുകളും ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സംഘടനകളും ഇതര ബഹുജന പ്രസ്ഥാനങ്ങളും ഇടതു പാർട്ടികളടക്കം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നൽകുന്ന പിന്തുണയും പങ്കാളിത്തവും അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പാക്കി മാറ്റും. രാജ്യത്തെ ബാങ്കിംഗ്, ഇൻഷുറൻസ്, തപാൽ, ഖനനം, ഉരുക്ക്, പെട്രോളിയം, പ്രതിരോധം, ഗതാഗതം, കൃഷി തുടങ്ങി സമ്പദ്ഘടനയിലെ നിർണായക മേഖലകളിൽ പണിയെടുക്കുന്ന പരശതകോടി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കാളികളാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 1991 രാജ്യം ഉദാരീകരണ സാമ്പത്തിക പാതയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് നടക്കുന്ന 24ാമത്തെ പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികളെങ്കിലും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉദാരീകരണ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പണിയെടുക്കുന്നവരുടെ സാമ്പത്തികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഊന്നൽ നൽകി ആരംഭിച്ച ചെറുത്തുനിൽപ്പ് ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന്റെയും പ്രത്യയശാസ്ത്ര ഭിന്നതകളുടെയും അതിർവരമ്പുകൾ മറികടന്ന് വിശാല ജനവിഭാഗങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സംഘടനാപരവും കൂട്ടായ വിലപേശലിനും അവകാശങ്ങൾക്കും വേണ്ടിയുമുള്ള ഭരണകൂട മൂലധന ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പായി വളർന്നു വികസിച്ചിരിക്കുന്നു. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന സംഘടിത തൊഴിലാളി വർഗത്തോടൊപ്പം കർഷക തൊഴിലാളികളും ഇതര ഗ്രാമീണ പണിയാളുകളും കർഷകരും ഈ ചെറുത്തുനിൽപ്പിൽ കൈകോർക്കുന്നു. നവ ഉദാരീകരണ സാമ്പത്തിക നയങ്ങളുടെയും ഏറ്റവും അവസാനം ഒപ്പുവയ്ക്കപ്പെട്ട ഇന്ത്യ-US വ്യാപാര കരാറിന്റെയും ഇരകളായി മാറുന്ന കർഷകരും സംയുക്ത കിസാൻ മോർച്ചയടക്കം കർഷകരുടെ സംഘടനകളും ഒരുമിച്ച് അണിനിരക്കുന്ന നാളത്തെ പ്രക്ഷോഭം തൊഴിലാളി കർഷക രാഷ്ട്രവിരുദ്ധ നയങ്ങൾ നിർജ്ജലം പിന്തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിന് നൽകുന്ന കർശന താക്കീതാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യൻ തൊഴിലാളി വർഗം ധീരോദാത്തവും ത്യാഗസുരഭിലവുമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത നിയമാനുസൃത അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പുതിയ ലേബർ കോഡുകൾ അക്ഷരാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശക്തിയെയും തൊഴിൽ സുരക്ഷിതത്വത്തെയും തകർക്കാനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. ബിസിനസ് സൗഹൃദ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പേരിൽ കൊണ്ടുവന്ന നിയമങ്ങൾ തൊഴിലാളികളെ തൊഴിലിട അടിമകളാക്കി മാറ്റുന്നു. തൊഴിലവകാശം നിയമപരമായി നിഷേധിക്കപ്പെട്ടത് തൊഴിൽരഹിതരുടെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തുകയാണ്. രാജ്യത്ത് നിയന്ത്രണങ്ങൾ കൂടാതെ യഥേഷ്ടം ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ അനുമതി നൽകുന്ന നിയമം ജനങ്ങളുടെ ജീവനും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനു തന്നെയും കനത്ത ഭീഷണിയാണ്. കോടാനുകോടി ദരിദ്ര ഗ്രാമീണർ തൊഴിലിനും ജീവന്റെ നിലനിൽപ്പിനും ആശ്രയിച്ചു പോന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മോഡി സർക്കാർ നിയമം മൂലം ഉന്മൂലനം ചെയ്തിരിക്കുന്നു. പുതുതായി നടപ്പാക്കുന്ന ആജീവിക പദ്ധതിയുടെ ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധന അതിന്റെ സ്വാഭാവിക അന്ത്യം കുറിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. ഇൻഷുറൻസ് രംഗത്ത് 100% നിക്ഷേപം നടത്താൻ വിദേശ കുത്തകകളെ അനുവദിക്കുക വഴി മുഴങ്ങുന്നത് ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖലയുടെ മരണമണിയാണ്. ഇന്ത്യയുടെ സമ്പദ് യഥേഷ്ടം കൊള്ളയടിക്കാൻ വിദേശ കുത്തകകൾക്ക് വാതിൽ മലർക്കി തുറക്കുകയാണ്. തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെ സംഘടിതരും അസംഘടിതരുമായ പണിയെടുക്കുന്നവർ ഒന്നാകെയും വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ തൊഴിൽ രഹിതരായ ശതകോടികളും കർഷകരും ഗ്രാമീണ പണിയാളരും ഇന്ത്യൻ ജനതയിൽ മഹാഭൂരിപക്ഷവും നവ ഉദാരീകരണ സാമ്പത്തിക നയങ്ങളുടെ ഇരകളായി മാറിയിരിക്കുന്നു. ഇത് കേവലം ഒരു സാമ്പത്തിക നയത്തിന്റെ പ്രശ്നമല്ല, പൊതുസമ്പത്തിന്റെയും മനുഷ്യരാശിയുടെയും മേൽ ആധിപത്യം ഉറപ്പുവരുത്താൻ പ്രയോഗിക്കപ്പെടുന്ന ആസൂത്രിത മൂലധന രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്ന തിരിച്ചറിവാണ് കക്ഷി രാഷ്ട്രീയത്തിനും ആശയ വൈവിധ്യങ്ങൾക്കും അതീതമായ ബഹുജന സമരൈക്യം സാധ്യമാക്കിയിരിക്കുന്നത്. നാളെ നടക്കുന്ന പൊതുപണിമുടക്ക് കേരളമടക്കം രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു പൂർണ്ണബന്ധിന്റെ രൂപം കൈവരിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. രാജ്യത്തുടനീളം തൊഴിൽ മേഖല നിശ്ചലമാകും. പണിമുടക്ക് പരാജയപ്പെടുത്താൻ മൂലധന ശക്തികളും അവരുടെ സംരക്ഷകരായ ഭരണകൂടവും എല്ലാ ശ്രമങ്ങളും നടത്തും. നാളത്തെ പണിമുടക്കിനെ അപ്രതിരോധ്യമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പായി വളർത്തിയെടുക്കുക എന്നതാണ് തൊഴിലാളി വർഗ പുരോഗമന രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളി.